2 ദിവസം മുമ്പുണ്ടെങ്കിൽ സിന്ധു കൃഷ്ണനായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു അമ്മയായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് പിന്നെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കണക്ക് നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല എന്നുള്ള രീതിയിൽ. അതേ കണക്ക് ഈ ഒരു അച്ഛൻ്റെ കാര്യം, അച്ഛനുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയെ കൊണ്ടുവന്നിട്ട് എൻ്റെ മുമ്പിലൊക്കെ മാപ്പ് പറയിപ്പിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാനത് വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മുമ്പിലോട്ട് വരും, എല്ലാവരും അറിയും എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് ലേറ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുമ്പേ അറിഞ്ഞു. ഇനിയിപ്പം ആരും ചോദിച്ചുകൊണ്ട് വരത്തില്ലല്ലോ എന്താണെന്നുള്ള രീതിയിലൊക്കെ. പിന്നെ കുറേയധികം പേര് എന്നെ ഉണ്ടെങ്കിൽ അഹാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഹാനയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവ് കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അഹാനെ ഉണ്ടെങ്കിൽ ഇതിനൊന്നും അർഹിക്കുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അഹാനയുടെ കൂടാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സിന്ധു കൃഷ്ണ ഏതോ ഇതേണക്ക് ചോദിച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചവർക്ക് ഇതേണക്ക് അമ്മുമ്മ എന്തോ അപ്പൂപ്പനെ അടിച്ചു എന്നൊക്കെ പറയുന്നുള്ള വീഡിയോ അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറേ ക്ലിപ്സൊക്കെ വെളിയിലായെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സമയത്തൊക്കെ തൻവി ഇതിനെതിരെ പ്രതികരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം തൻവി ഒരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കിതിൽ പ്രതികരിക്കാനോ വലിയ താല്പര്യമൊന്നുമില്ല, ഞാനിപ്പം പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സമയത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുട്ടികളുടെ കാര്യം നോക്കണം. പിന്നെ അമ്മൂമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ ഇനിയിപ്പോൾ OCD എന്തെന്ന് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ അമ്മൂമ്മയെ നോക്കുക, അതിൽ ഒരു മാറ്റമൊന്നുമില്ല. പിന്നെ ഇതിനെനിക്ക് ഇനി പ്രതികരിക്കാനോ കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ല എന്നുള്ളത് കൂടിയാണ് തൻവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.